ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. കാരലാണ് കിട്ടിയത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കാരലെന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. അപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മീനാണ് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മീനെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പൊരിച്ച് കൊടുക്കാം. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തതാണ്. മീനിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വടക്കംപുളി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഒരുപാട് ചാറായിട്ട് എടുക്കുന്നില്ല. ഇത്തിരി കുറുകിയ ചാറോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ അത്രയ്ക്ക് തേങ്ങാക്കറിയൊന്നും ആർക്കും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചേ ഞാൻ കറിയും വെച്ചിട്ടുള്ളൂ. പിന്നെ ഒഴിക്കാൻ ഞാൻ സാമ്പാർ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കറി മതി. അപ്പം ഞാൻ ദാണ്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ സമയം നമുക്ക്. എന്നിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അതുകൊണ്ട് എൻ്റെ കറിയൊക്കെ തിളച്ച് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. തേങ്ങയുടെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. തേങ്ങയുടെ തന്നെ എണ്ണ തെളിഞ്ഞതാണ്. ഇനി ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിത്തിരി വറവിട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറിക്ക്. നമ്മൾ കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് നന്നായി കുറുകിയിരിപ്പുണ്ടായിരുന്നു നമ്മുടെ മീൻകറി. സാമ്പാർ ഉള്ളത് കൊണ്ട് തന്നെ മീൻകറിക്ക് ഞാൻ ഒരുപാട് ഗ്രേവി എടുത്തിട്ടില്ല. സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയും നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ കോമ്പിനേഷൻ. പിന്നെ ഇത്തിരി ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട്. എന്നും ക്യാബേജ് തന്നെയാണ് തോരൻ വെക്കുന്നത്. ഇന്ന് ഇത്തിരി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് തോരൻ വെക്കാമെന്ന് കരുതി, ഒരു വെറൈറ്റിക്ക്. അപ്പം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ക്യാബേജ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉഴുന്നിട്ട് പൊട്ടിച്ചു. ഉഴുന്ന് മൂത്തപ്പോഴത്തേക്ക് അതിലേക്ക് സവാളയും പച്ചമുളകും പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ക്യാബേജ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് കിട്ടണം. ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ക്യാബേജ് വേവില്ല. അതുകൊണ്ട് ചെറുതീയിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാബേജൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ഇട്ട് ചേർത്ത് നന്നായി ഒന്ന് തോർത്തിയതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചേർത്തത് പറയാൻ വിട്ടുപോയി. 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മറന്നു പോയതാണ് പറയാൻ. അപ്പം നാട്ടെ ഒരു മുട്ടയും കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഒരു കറിവേപ്പില തണ്ടൂടെ പിച്ചി കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തോർത്തിയെടുക്കാം. നന്നായി തോർത്തിയെടുക്കണം. വെള്ളമയം ഒന്നും ഇല്ലാതെ. മുട്ടയൊക്കെ വേവിയും വേണം, നന്നായി തോർന്ന് കിട്ടുകയും വേണം. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് ഉപ്പോ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജിൻ്റെ ഒരു കുത്തലുണ്ട്, അതങ്ങ് മാറിക്കിട്ടും. വെളുത്തുള്ളിയോ ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ ക്യാബേജിൻ്റെ ആ കുത്തലങ്ങ് മാറിക്കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കേണ്ട, പകരം 2 മുട്ട ചേർത്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ക്യാബേജ് തോരനും റെഡിയാണ്. ചെയ്യാനായിട്ട് ഞാൻ ഇത്തിരി സാമ്പാറൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത്. നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ സാമ്പാറിൻ്റെ റെസിപ്പിയുണ്ട്. അത് കാണാൻ വേണ്ടവർക്ക്. പെട്ടെന്ന് ഞാനൊന്ന് പറയാം. പരിപ്പും അമരയ്ക്കായും ഉള്ളിയും കൂടെ നന്നായിട്ട് വേവിച്ചു. അതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തു. അതും ഒന്ന് വേവിച്ചു. വെന്തതിന് ശേഷമാണ് അമരയ്ക്കയല്ല വെണ്ടയ്ക്കായും തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചു. എന്നിട്ട് നമ്മൾ കടുക് വറുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ അതുപോലെ ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ സാമ്പാർ റെഡിയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി സാമ്പാറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാർ. കുക്കറിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ. പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻകറി വെച്ച് കൊടുക്കാം. മീൻകറി ഞാൻ വിളമ്പാൻ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകിയിട്ടായിരുന്നു. ഇത്രയും കുറുകുമെന്ന് വിചാരിച്ചിരുന്ന ചട്ടിയുടെ ചൂടിലിരുന്ന് നന്നായിട്ട് മീൻകറി കുറുകിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട പാത്രത്തിലേക്ക് മീൻകറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അറിയാലോ നമ്മൾ വെച്ചത് ക്യാബേജ് മുട്ടത്തോരൻ, അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറുണ്ട്, ഇലിമ്പിപ്പുളി അച്ചാറാണ്. ഇത് കൂടാതെ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി പച്ചമോരൂടെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പച്ചമോര് കുടിക്കുന്നത് ഇഷ്ടമാണ് ചോറുണ്ടിട്ട്.
അതുകൊണ്ട് ഞാൻ ഇത്തിരി പച്ചമുളക് എടുത്തിട്ടുണ്ട്. തൈര് മിക്സിയിലോട്ട് ചേച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരി മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ചിട്ടെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തതാണ്. അപ്പം നമ്മുടെ പച്ചമോരും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇത്രയൊക്കെ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഉച്ചയൂണ് ഇത്തിരി വിശാലമാണല്ലോ. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ ഉച്ചയൂണ് വളരെ സിമ്പിളായിരിക്കും. ഒരുപാട് കറികളൊന്നും വെക്കില്ല. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ്. ഞായറാഴ്ച ബീഫൊക്കെ കൂട്ടിയല്ലേ ചോറുണ്ട്. ഇന്നിപ്പോൾ ഇത്ര കറികളൊക്കെ കൂട്ടി ചോറുണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ് ഇന്നത്തേത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയൊക്കെ ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ അത് തിരുത്താൻ തീർച്ചയായും ശ്രമിക്കുന്നതാണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ ഉപയോഗിച്ചാണ് വീഡിയോസ് എടുക്കുന്നത്. നേരത്തെയൊക്കെ മോൻ ഉണ്ടെങ്കിൽ അവൻ എടുത്തു തരുമായിരുന്നു. ഇതിപ്പം ഞാൻ തന്നെയാണ് കൈ ഉപയോഗിച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എന്നാലും എനിക്കുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.